ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വസ്തതയുടെ ആത്മീയത ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ 25ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ മാതാവ് നമ്മെ വിശ്വസ്ത സാക്ഷികളാകുവാൻ ക്ഷണിക്കുന്നു. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 8ാം അധ്യായത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ ദരിദ്രരോട് അനുകമ്പ് കാണിക്കുവാനും വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനും ആവശ്യപ്പെടുകയാണ്. ദരിദ്രരെ ഞെരുക്കുമ്പോൾ ദൈവത്തിന് വേദനിക്കുന്നു എന്ന അർത്ഥത്തിലാണ് പ്രവാചകൻ സംസാരിച്ചിരിക്കുക. ദരിദ്രരോട് കാണിക്കുന്ന യാതൊരു തിന്മയും പൊറുക്കുകയില്ല എന്ന് ദൈവം ഇന്നത്തെ ആദ്യ വായനയിൽ പറയുന്നു. കർത്താവ് ശപഥം ചെയ്യുന്നു, അവിടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല. നോക്കൂ, ദരിദ്രരോട് കരുണയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നാം ദരിദ്രരെ പീഡിപ്പിക്കുമ്പോൾ, അവരുടെ അവിശ്വസ്ത പുലർത്തുമ്പോൾ ദൈവത്തോടാണ് അപ്രകാരം ചെയ്യുന്നതെന്ന് ആദ്യ വായന ഓർപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1ാമത്തെ ലേഖനത്തിലെ 2ാമത്തെ വായന ഏറെ ശ്രദ്ധായകമാണ്. എല്ലാവരും രക്ഷപ്പെടേണ്ടതിന്, സത്യത്തിൻ്റെ മാർഗം അറിയേണ്ടതിനുമായി നമ്മൾ ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ദൈവത്തിന് മനുഷ്യർക്ക് മധ്യേ നമുക്ക് ഒരു മധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചനദ്രവ്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യമായിരുന്നു. ക്രിസ്തുവിനെ അറിയുവാനും അനുഭവിക്കുകയും അറിയുകയും ചെയ്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുമുള്ള ധാർമ്മിക ഉത്തരവാദിത്വമാണ് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പെടുത്തുന്നത്. ക്രിസ്തു സത്യമായും ദൈവമാണെന്നും ആ നിത്യസത്യത്തെ ലോകത്തോട് വിളിച്ചു പറയണമെന്നും നമ്മെ ഓർപ്പെടുത്തുന്നു. അതോടൊപ്പം കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ അപ്പോസ്തലൻ ഓർപ്പെടുത്തുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിലവിളിക്ക് ഉത്തരവുമുണ്ട്. നാം വിശ്വസ്തയോടെ ദൈവത്തിരുമുമ്പിൽ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ സുവിശേഷം ലൂക്കാ സുവിശേഷം 16ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗമാണ്. അവിടെ യേശു നൽകുന്ന ഉപമയുടെ സന്ദേശം ഏറെ ശ്രദ്ധായകമാണ്. അവിശ്വസ്തനായ ഒരു കാര്യസ്ഥനെയാണ് വരച്ചു കാണിക്കുക. എന്നാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചു എന്ന് തോന്നിപ്പോകാം. എന്നാൽ അപ്രകാരമല്ല നാം മനസ്സിലാക്കേണ്ടത്. ഒരു യജമാനൻ്റെ ഭൃത്യൻ അവൻ തൻ്റെ കാര്യസ്ഥതയിൽ വിശ്വസ്തത പുലർത്താതെ വന്നപ്പോൾ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിച്ച് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചെയ്ത പ്രവൃത്തി എന്തെന്നോ, അവൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു: എനിക്ക് കിളയ്ക്കുവാൻ വശമില്ല, ഭിക്ഷ യാചിക്കുവാൻ ലജ്ജ തോന്നുന്നു. മറ്റുള്ളവർ എന്നെ സ്വീകരിക്കേണ്ടതിന് യജമാനൻ കടം കൊടുത്തിരിക്കുന്നവരെ വിളിച്ചു വരുത്തി അവൻ അവർക്ക് ഇളവ് ചെയ്തു കൊടുക്കുകയാണ്. അവന് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. യജമാനൻ്റെ ധനത്തിലാണ് അത് കുറവ് വരിക. അവൻ ഓരോരുത്തരെ വിളിച്ച് പറയുന്നു: നീ എൻ്റെ യജമാനൻ എന്ത് കടപ്പെട്ടിരിക്കുന്നു? 100 ബത്ത എണ്ണ എന്ന് പറയുന്നവനോട് പറയുന്നു, നീ അതെടുത്ത് 80 എന്ന് എഴുതുക. മറ്റൊരുവനോട് ചോദിച്ചു, നീ എത്ര കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം ഇതാ, ഇതെടുത്ത് 80 എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ച ആ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിമാന്മാരാണ്. യേശു പറയുന്നത്, വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ അധർമ്മികളുടെ മക്കൾ ബുദ്ധിമാന്മാരാണ് എന്ന്. അവർ കൂടുതൽ വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും തങ്ങൾ ചെയ്ത പ്രവൃത്തികൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ട എല്ലാവിധ നടപടികളും സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ തുടർന്ന് സുവിശേഷം പറയുന്നു, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും. നിങ്ങൾ ഈ ലോകത്തിൻ്റെ സമ്പത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥ സമ്പത്ത് നിങ്ങളെ ആര് ഏൽപ്പിക്കുമെന്ന് ചോദിക്കുന്നു. ഈ ലോകത്തിലെ സമ്പത്തിൻ്റെ പ്രത്യേകത എന്തെന്നോ, അത് ഈ ലോകത്ത് മാത്രമേ അതിന് വിലയുള്ളൂ. വരുവാനിരിക്കുന്ന ലോകത്ത് നിത്യരക്ഷയിൽ ഈ ധനം കൊണ്ട്, ഈ സൗഭാഗ്യങ്ങൾ കൊണ്ട്, ഈ കരുതി വച്ചിരിക്കുന്ന മൂല്യമുള്ളതായ യാതൊന്നും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈ ലോകസമ്പത്തിൽ നമ്മൾ വിശ്വസ്തരാരെങ്കിൽ നിത്യസമ്പത്ത് സ്വർഗം നമുക്ക് നൽകും. കൂടുതൽ വിശ്വസ്തയോടുകൂടി ദൈവ തിരുസന്നിധിയിൽ വ്യാപരിക്കുവാൻ വേണ്ട ആത്മീയ കൃപാവരത്തിനായി
ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.